കാലങ്ങളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന സംവിധായകനാണ് കമൽ. മിഴിനീർ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായി അരങ്ങേറിയ കമൽ വ്യത്യസ്തമായ ഒരുപാട് സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കമലിന്റെ കരിയറിൽ ഏറ്റവും വിജയമായ ചിത്രമായിരുന്നു നിറം. കുഞ്ചാക്കോ ബോബൻ, ശാലിനി എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു ക്യാമ്പസ് പ്രണയ ചിത്രമായിരുന്നു നിറം. വലിയ വിജയമായി മാറിയ സിനിമയായിരുന്നു നിറം. എന്നാൽ സിനിമ തിയേറ്ററിൽ എത്തിയ ആദ്യ ദിനത്തിൽ വലിയ കൂവലായിരുന്നുവെന്ന് പറയുകയാണ് സംവിധായകൻ കമൽ. പടം പരാജയപ്പെട്ടു എന്നതാണ് താൻ കരുതിയതെന്നും എന്നാൽ അടുത്ത ദിവസം മുതൽ സിനിമയ്ക്ക് മികച്ച അഭിപ്രായം വരാൻ തുടങ്ങിയെന്നും കമൽ പറയുന്നു. സിനിമയിൽ ശാലിനിയും കുഞ്ചാക്കോ ബോബനും പരസ്പരം എടാ എന്ന് വിളിക്കുന്ന ഭാഗങ്ങളാണ് കൂവലുണ്ടായത് എന്നും ട്രെൻഡ് ആകുമെന്ന് കരുതിയാണ് സിനിമയിൽ അത് ഉൾപ്പെടുത്തിയതെന്നും കമൽ കൂട്ടിച്ചേർത്തു. റിലീസിംഗ് ദിവസം തിയേറ്ററിൽ പോയി എന്റെ സിനിമ കാണാനുള്ള ശേഷി എനിക്കില്ല. നിറം റിലീസ് ചെയ്ത വ്യാഴാഴ്ച കൊടുങ്ങല്ലൂരിൽ ആയിരുന്നു. മോർണിംഗ് ഷോയുടെ ഇന്റർവ്യൂവിൽ ആയപ്പോൾ തന്നെ എനിക്ക് റിപ്പോർട്ട് കിട്ടി. തിയേറ്ററിൽ വലിയ കൂവലാണ്. മാറ്റിനിക്കും ഫസ്റ്റ് ഷോയ്ക്കും ഇതുതന്നെ അവസ്ഥ. പടം വീണു എന്ന് കരുതി നിർമ്മാതാക്കളായ രാധാകൃഷ്ണനും ജോണി സാഗരിനെയും വിളിച്ചു. പടം വീണു. അടുത്ത ദിവസം തിയേറ്ററിൽ ആളുണ്ട്, പക്ഷെ കൂവലിന് മാത്രം കുറവൊന്നുമില്ല. ഞാൻ സഹപ്രവർത്തകരോട് പറഞ്ഞു, എവിടെയാണ് കൂവലെന്ന് എഴുതിക്കൊണ്ടുവരൂ, ആ രംഗങ്ങൾ ഒഴിവാക്കാം, പ്രശ്നം പരിഹരിക്കാം എന്നാണ് കരുതിയത്. അപ്പോഴാണ് അറിയുന്നത് കുഞ്ചാക്കോ ബോബനും ശാലിനിയും ഡാ എന്ന് വിളിക്കുന്നിടത്താണ് കൂവൽ. സിനിമയിൽ മുഴുവനും അവർ അങ്ങനെയാണ് വിളിക്കുന്നത്. പുതിയ ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എടാവിളി കൊണ്ടുവന്നത്. ഇനി ഒന്നും ചെയ്യാനില്ല, പടം വീണത് തന്നെ. മൂന്നാം ദിവസം ഞാനും കുടുംബവും തിരുവനന്തപുരത്തെ വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് പോകുന്നു. ആ വഴിക്ക് വെച്ച് എന്നെ ലിബർട്ടി ബഷീർ വിളിച്ചു. പടം സൂപ്പർ ഹിറ്റ്, യൂത്ത് സിനിമ ഏറ്റെടുത്തു. കോഴിക്കോട്ട് ടിക്കറ്റ് കിട്ടാതെ ആൾക്കാർ തിരിച്ചു പോകുന്നു. വർഷം ഇത്രയും കഴിഞ്ഞെങ്കിലും ആ ഫോൺ കോൾ ഞാൻ ഒരിക്കലും മറക്കില്ല. പിന്നാലെ രാധാകൃഷ്ണനും ജോണി സാഗരിനെയും വിളിച്ചു. തിരുവനന്തപുരത്ത് പടം ഹിറ്റാണ്, തിയേറ്ററുകൾ ഇപ്പോൾ കൂവലൊന്നുമില്ല. അന്ന് രാത്രി തിരുവനന്തപുരത്തെ കൃപ തിയേറ്ററിൽ ചെന്ന് ഞാൻ സിനിമ കണ്ടു. സെക്കൻഡ് ഷോ ഹൗസ്ഫുൾ. ആരാധകരുടെ പ്രതികരണം കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു. ക്യാമ്പസിലെ എടാവിളിയും എല്ലാവരും ഏറ്റെടുത്തു, കമൽ പറഞ്ഞു.